നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി. ഏത് ഗ്രൂമറടി? അയ്യോ അങ്ങനെയല്ല അങ്ങനെയല്ല. പോസിറ്റീവായിട്ട് ചോദിച്ചത് അല്ലയോ? ഇന്ന് നിന്നെ പാട്ട് പ്രത്യേകം പഠിപ്പിച്ചതാരടി വായാടി. ഇന്നെന്തോ സ്പെഷ്യലായിട്ട് നിന്നെ പാട്ട് പഠിപ്പിച്ചതാരടി വായാടി. ഇന്നീ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി. നിനക്കിന്നെന്തോ ഇത്ര സന്തോഷം എന്തിനാടി വായാടി? പറയടി വായാടി. താരക്കുട്ടി എന്തായാലും ഒരു എന്താ ഭാഗ്യം ചെയ്ത കുട്ടിയെ, കാരണം ഇത്രയും നല്ലൊരു ഇതല്ലേ ഒരു ഫീലിൽ നിന്ന് ഈ ക്രിസ്മസ് മൂഡില് പാടാൻ പറ്റി. താരക്കുട്ടി, ദേ ഈ അപ്പൂപ്പനെ കണ്ടോ? ഈ അപ്പൂപ്പന്റെ ഒരു ബ്രദർ ഉണ്ട്, സഹോദരൻ, ചെറിയ ബ്രദർ. മോക്ക് കേക്ക് കിട്ടിയില്ലല്ലോ. ഞാനിപ്പം ഫോൺ ചെയ്ത് പറയാം. ഓക്കെ, ആ അപ്പൂപ്പന്റെ ബ്രദർ, എന്താ പേരെന്താ ബ്രദറിന്റെ? അവന് സാന്താൻ തന്നെ ഞങ്ങൾ വിളിക്കും. ജൂനിയർ സാന്റ. ജൂനിയർ സാന്റ. ജയസ് എന്ന് ഇങ്ങോട്ട് വിളിക്കും. ജയസ് ജൂനിയർ. അപ്പൊ ഞാൻ ഒന്ന് വിളിച്ചു പറയാം. ജൂനിയർ സാന്റയെ വിളിച്ചിട്ട് പറയാം ജൂനിയർ സാന്റ കേക്കും കൊണ്ടുവരാം. പക്ഷെ കണ്ണുകുത്തി നിൽക്കണം. നമ്പർ അത് തന്നെ അല്ലല്ലേ? അത് തന്നെ. അതെ. ജൂനിയർ സാന്റ, നമ്മുടെ താരക്കുട്ടി ഇവിടെ നിന്ന് പാടി തകർത്തിട്ടിരിക്കുകയാണ്. കേക്ക് കിട്ടിയില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ഒന്ന് വരാമോ പ്ലീസ്? അതെ, ഇവിടെ തന്നെ ഒന്ന് വാ പ്ലീസ്. സൗത്ത് പോളിലെ കാര്യങ്ങളൊക്കെ നോക്കണ പുള്ളിയാന്ന് തോന്നുന്നു. അതെ അതെ. ഞാൻ നോർത്തിലത്തെ കാര്യങ്ങളും പാട്ട് വേണമെന്ന് കേട്ടോ. ഭയങ്കര വികൃതിയാ അവന്. പണ്ടേ ചെറുപ്പം തൊട്ടേ അവന് ഭയങ്കര വികൃതിയാ. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് ഒന്നും കൊണ്ടുപോകാറില്ല. പക്ഷെ ഇവിടെ വന്നു കേറി വന്നേക്കാ. വരട്ടെ, എന്തായാലും കാണട്ടെ. അവന് കൊറേ നാളായി. എടാ എവിടെയായിരുന്നു? ഇപ്പൊ കേക്ക് കിട്ടും. ചേട്ടനൊന്നും മൈൻഡ് ചെയ്യണം അപ്പ. എന്തൊരു സ്നേഹം. വീട്ടില് ഭയങ്കര വികൃതി അവന്. ചേട്ടനും ഈ സാന്റയുടെ സെയിം സ്വഭാവമാണോ? അത്രയില്ല. അല്ലല്ല, അത്ര ഇല്ലെന്നുള്ളു. മോളെ കേക്ക് എവിടെ? കൊണ്ടൊന്നില്ലേ? ചോദിക്കേ മോള്, ചോദിക്കേ കേക്ക് എവിടെന്ന്. അവനങ്ങനെ പണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാറില്ല. ഉണ്ടെന്നോ? കേക്കുണ്ടോ? കേക്കല്ലല്ലോ. കേക്കല്ല, ഏലിയനോ? ഏലിയനെ കൊണ്ടുവന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു ഇതൊരു ഗ്രോഗുവാ. ആണോ? അങ്ങനെയാണെങ്കിലേ എന്തെങ്കിലും ഒരു ഉമ്മയെങ്കിലും കൊടുക്ക്. ഒരു ഉമ്മ കൊടുക്കൊണ്ടു. അല്ല, ഇതിനല്ല, ഈ സാന്റയ്ക്ക്. ഇത് ആരോടാ പറഞ്ഞിരുന്നേ താരക്കുട്ടി? അമ്മയോട്. ആണോ? അല്ല, ഇത് എന്റെ അനിയൻ തന്നെയാണോ? അതെ. അവനോട് കേക്ക് കൊണ്ടുവരാനല്ലേ പറഞ്ഞേ? ഇനി ഈ മത്തക്കണ്ണനെ കൊണ്ടുവന്നിരിക്കുന്നേ ആരുടെ? ദ്രോഹി. ഇവനെ കൊണ്ടുവന്നേക്കുന്നേ. ഇവൻ എന്റെ അനിയനാണോ? നല്ല ഡൗട്ട് ഉണ്ട്. എനിക്കൊന്ന് പരിശോധിക്കണം. എന്നാലും മോളെ, മോക്ക് വേണ്ടി കൊണ്ടുവന്നില്ലേ കേക്ക്? അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നില്ലേ? ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്ക്, ഒരു ഉമ്മ കൊടുക്ക്. തരട്ടെ. മോൾ എന്നെ പോയി ഒന്ന് നോക്കിയേ. ഇത് അപ്പൂപ്പന്റെ അനിയൻ തന്നെയാണോ? ആ മുഖംമൂടി ഒന്ന് തുറന്ന് നോക്കിയേ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടേ, മെല്ലെ പൂവിടു നീ, വസന്തം കാത്തിരിപ്പൂ. എല്ലാരും നിശബ്ദരായി പോയി. കാരണം വേറൊന്നുമല്ല, ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോ ആ കുഞ്ഞിന്റെ ഒരു ഇമോഷൻ, അതിനെക്കാട്ടിൽ അച്ഛന്റെ ഒരു ഇമോഷൻ, അമ്മയുടെ ഒരു ഇമോഷൻ,
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഒരു വികാരം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, അരിക സത്യം എന്ന് പറയുന്ന 2 വാക്കിന്റെ അർത്ഥം ഇതാണ്. അത് ഈ ക്രിസ്മസ് വേളയിൽ ബോണ്ടിങ് ആണ്. അതായത് എന്താണ് പറയുന്നത്, രക്തബന്ധം, അച്ഛനും മോളും അമ്മയും മോളും. എന്റെ അനിയൻ ഇഷ്ടപ്പെട്ടോ? ദ്രോഹു, എടാ ദ്രോഹി, നീ മിണ്ടാണ്ടിരിക്കട്ടെ. സോ മക്കളെ, മെറി ക്രിസ്മസ് ആൻഡ് ഫോർ യു മെറി ക്രിസ്മസ്. എന്റെ പേര് രഞ്ജിത്ത്. രഞ്ജിത്ത്. സന്തോഷം നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റിയല്ലോ. അല്ല, ഈ പ്രത്യേക ദിവസത്തിന് ഇവിടെ വന്നല്ലോ. അതെ അതെ, മോൾക്കും സർപ്രൈസ് ആയി ഒരു കൊല്ലത്തിന് ശേഷം. അതെ, അതെ അതെ. അതെ അതെ. എവിടെയാണ് വെളിയില്? സൗദി അറേബ്യയിലാണ്, അൽഖസീം. അൽഖസീം. അതെ അതെ, അവിടെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷമായി. താരയുടെ പാട്ടൊക്കെ കാണാറുണ്ടോ സൗദിയില്? ഓ തീർച്ചയായിട്ടും, അവിടെ ഒരുപാട് ആൾക്കാര് മോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇനിയിപ്പോ താരക്കുട്ടി, എനിക്ക് ഇനിയിപ്പോ സൗദിയിൽ പോവാണെന്നുണ്ടെങ്കിൽ മോളെ കൂടെ കൊണ്ടുപോകല്ലോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും കണ്ണ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.